ഹലോ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഫസീന. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒറട്ടിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കേണ്ടത്, കാരണം കറക്റ്റിനായിട്ടുള്ള ഉപ്പ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതേപോലെ ഒരു ചെറിയ കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ തേങ്ങയും ഉപ്പും ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അരിമാവ് ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ആയിട്ട് പൊടിച്ചെടുത്ത മാവാണ്, വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്തതാണ്. അപ്പം ഈ ഒരു മാവ് ഒരു 1.5 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ആ വെള്ളത്തിൽ തന്നെ ഇടണം. പിന്നീട് രണ്ടാമത് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉപ്പ് ഇതിലൊന്നും പിടിക്കില്ല, അവിടെ ഇവിടെ കട്ട കെട്ടി കിടക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം മാവൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. തീയിൽ തന്നെ വെച്ച് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് നല്ല ഒന്ന് റെഡിയാക്കി മാവ് കുഴച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഉരുളിയിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. വലിയ പാത്രത്തിലാവുമ്പോൾ നമുക്ക് നല്ല സൗകര്യം ഉണ്ടാവും. ഇത് നല്ല കുഴച്ച് റെഡിയാക്കി മയപ്പെടുത്തി എടുക്കണം നമുക്ക്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് നന്നായിട്ട് 2 കൈയും കൊണ്ട് തന്നെ നമ്മളിത് ഇതേപോലെ കുഴച്ച് നല്ല മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക. ഓയിലും കൂടെ ഒക്കെ തേക്കുമ്പോഴത്തേക്കും കുറച്ച് മയപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ചൂടോട് കൂടി തന്നെ വേണം ഇത് നമ്മൾ ഈ മാവിനെ കുഴയ്ക്കേണ്ടത്. തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. പാത്രത്തിൽ നിന്ന് തട്ടിയ ആ ഒരു ചൂടോട് കൂടി തന്നെ, കുറച്ച് ചൂടൊക്കെ കയ്യിൽ അടിക്കും, എന്നാലും ആ ഒരു ഇതിൽ തന്നെ ചെയ്താലേ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഉറട്ടി കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഒറട്ടിയുടെ മാവ് ഏകദേശം ഇവിടെ റെഡിയാക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വലിയ ഉരുളകളാക്കി നമുക്കിത് എടുക്കുക. അത് ഈ ഒരു ഷേപ്പിൽ ഉരുളയാക്കി എടുക്കണം. കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തടകിയിട്ട് വേണം ഇതേപോലെ ഉരുളയാക്കി എടുക്കുക. ഈ ഒരു ഷേപ്പിൽ നമ്മൾ എടുക്കുക. കുറച്ച് വലുതായിട്ട് തന്നെ എടുക്കുക. അങ്ങനെ ഇതിൻ്റെ എല്ലാ മാവും നമുക്ക് ഈ ഒരു ഷേപ്പിൽ വലിപ്പത്തിൽ തന്നെ ഉരുളയാക്കി വെക്കണം. ഇതാ എല്ലാ മാവും ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതൊരു ചപ്പാത്തി പ്രസ്സിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പഴയ നാടൻ രീതിയിൽ ഒരു 2 തുണിയൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് നമുക്ക് പ്രസ് ചെയ്ത് കൈയും കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിടാം. അത് കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതും ടേസ്റ്റാണ് നാടൻ സ്റ്റൈലിൽ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പ്രസ്സിൽ തന്നെയാണ് ചെയ്യുന്നത്. 2 പേപ്പർ എടുത്തിട്ടുണ്ട്, ഇതേപോലെ 2 പേപ്പർ പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ദോശക്കല്ലും കൂടി അടുപ്പിൽ വെക്കുക. ദോശക്കല്ല് നല്ല ചൂടാവുന്ന ടൈമിൽ ഇതേപോലെ ഒരെണ്ണം എടുത്ത് പ്രസ് ചെയ്ത്, ഒരുപാടങ്ങ് തിന്നാക്കി എടുക്കണ്ട, കുറച്ച് കട്ടിയായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഓയിൽ തേച്ചിട്ട് നമുക്ക് ഈ ഒരു ഉരട്ടിമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ വേവുന്ന ടൈമിൽ ഒന്ന് അപ്പുറം തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉരട്ടി റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഉരട്ടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല നൈസായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബീഫ് കറിയുടെ കൂടെ, ചിക്കൻ കറി, മട്ടൻ കറിയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.